മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയം അതിൻ്റെ ദാർശനികമായ തലത്തിൽ, അതിൻ്റെ പ്രത്യയശാസ്ത്രവും സൈദ്ധാന്തികവുമായ തലത്തിൽ വിലയിരുത്തുക എന്ന ലക്ഷ്യമാണ് ഈ തവണ മീഡിയ നെറ്റിനുള്ളത്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ സാബു കാവുങ്കൽ. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, കടുത്ത ഇടതുപക്ഷ സഹയാത്രികനാണ്, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും ചിന്തകനും എഴുത്തുകാരനുമാണ്. സ്വാഗതം സാർ. സാർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF, അതായത് ഇടതുപക്ഷ മുന്നണി, കനത്ത പരാജയം ഏറ്റുവാങ്ങി എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അത് എൻ്റെ വിശ്വാസം മാത്രമല്ല, അതിൽ യാഥാർത്ഥ്യം തന്നെയാണ്. എതിർപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമാണ് ഇടതുപക്ഷ മുന്നണിക്കുണ്ടായിട്ടുള്ളത്. കൃത്യമായും ഏതാണ്ട് ഏപ്രിൽ 9 ശേഷം, മെയ് 9 ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരു മാസത്തിനടുത്തായിരുന്നു വിധി അറിയാൻ കാത്തിരുന്നത്. ജനം വല്ലാത്ത ജിജ്ഞാസയോടെ, ആകാംക്ഷയോടെ ജനം കാത്തിരുന്നു. ഈ സമയങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വലിയ കാര്യങ്ങളിലുള്ള ചർച്ച മുന്നേറുമ്പോഴൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഇടതുപക്ഷ മുന്നണി, അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ അണികളും. എന്തായിരുന്നു അതിന് കാരണം? ഇത്രയും എന്നല്ല, ഒരു പരാജയം തന്നെ സംഭവിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നൊരു ബോധ്യം നേതൃത്വത്തിനും പ്രവർത്തകർക്കും ഒരു പക്ഷേ സിമ്പതൈസേഴ്സിനും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ കാലത്തെ ഭരണപരിചയം, രാഷ്ട്രീയ പരിചയം, സാമൂഹിക പാഠങ്ങൾ പഠിച്ചുള്ള പരിചയം, ഇതെല്ലാം ഉണ്ടായിട്ടും ശരിയായ സാമൂഹിക സ്പന്ദനം അത് രാഷ്ട്രീയത്തിൻ്റെ അളവുകോൽ വെച്ച് തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടാവും? അതിനെപ്പറ്റി നമുക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. അതൊരു പൂർണ്ണമായൊരു സാർ പറഞ്ഞ പോലെ ഒരു സാമൂഹിക സ്പന്ദനം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാവുന്നതിനൊക്കെ അപ്പുറത്തുള്ള മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഈ റിസൾട്ടിന് ശേഷം ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ റിസൾട്ട്, ഈ അപ്രതീക്ഷിതമായ, ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ റിസൾട്ട് ഒരു ബംഗാളിനെയോ ത്രിപുരയോ കേരളത്തിൽ സമ്മാനിക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു സാമൂഹിക സംവിധാനമല്ല കേരളത്തിലുള്ളത്. ഇപ്പോൾ ബംഗാളിൽ തന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പോൾ ആണ് പുറത്തു വരുന്നത്. അത് പൂർണ്ണമായും ഒരു ഇടതുപക്ഷത്തിനെതിരായ ഒരു ജനകീയ മുന്നേറ്റം ആയിരുന്നില്ല, ആസൂത്രിതമായ ഒരു അട്ടിമറിയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ത്രിപുരയിലും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ത്രിപുര, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഒരു സാമൂഹിക അന്തരീക്ഷമല്ല ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഈ കേരളത്തിൽ ഇങ്ങനെ വലിയ ഒരു അട്ടിമറി വിജയം UDF നേടിയപ്പോഴും പല സ്ഥലങ്ങളിലും ഈ LDFിൻ്റെ പൊന്നാപുരം കോട്ട എന്നോ അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന കൊത്തളങ്ങൾ എന്നൊക്കെ ആലങ്കാരികമായി പറയുമല്ലോ, അത്തരം പ്രദേശത്ത് പോലും LDFന് തിരിച്ചടി നേരിട്ടപ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടാ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം അത്തരത്തിലുള്ള ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എതിർപ്പോ പ്രതിഷേധമോ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നമ്മുടെ പ്രത്യക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊക്കെ അറിയാലോ, ഈ LDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ വളരെ ബലവത്താണ്. അത് അതിശക്തമായ ജനകീയ അടിത്തറ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. തന്നെയല്ല, മനുഷ്യൻ വ്യാപരിക്കുന്ന മുഴുവൻ മേഖലകളിലും അവർക്ക് സംഘടനയുണ്ട്, അവർ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അങ്ങൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ആയിരുന്നല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന മാത്രമല്ല, ഈ നാട്ടിൽ ഈ മനുഷ്യൻ ഏതെല്ലാം മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം അവർ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സംഘടന ഉണ്ടാക്കി അതിശക്തമായ ഒരു അടിത്തറയുള്ള പാർട്ടിയാണ്. മറുഭാഗത്ത് UDFന് ഈ പറയുന്ന അപൂർവമായ ചില സംഘടനകൾ ഒഴിച്ചാൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഈ പറയുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ അങ്ങനെയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാലടിയിലെ മണ്ണ് ഒലിച്ചു പോയത്? സാർ സൂചിപ്പിച്ച ഈ സർവതല സ്പർശിയായ ഒരു സംഘടനാ സംവിധാനം ഉണ്ട് എന്നുള്ളൊരു വസ്തുത ഉണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ എനിക്ക് തോന്നുന്നു
എൻ്റെ ഒരു നിഗമനം, ഒരു കുറച്ചെങ്കിലും അരാഷ്ട്രീയമായ മനോഭാവത്തോടു കൂടിയുള്ള ഒരു തലമുറ വളർന്നു വന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതായത് ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ രണ്ട് ചേരികളെയും ശരിയായ ഒരു വിശകലനത്തോടെ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തി താരതമ്യം ചെയ്യാനോ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യം വേണ്ട രീതിയിൽ ഇല്ലാത്ത ഒരു തലമുറ നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ശരിയായ ഒരു നിഗമനത്തിലേക്ക് സാർ എത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ഈ ഒരു അരാഷ്ട്രീയത നമ്മുടെ യുവതയെ ഭരിക്കുന്നുണ്ട്. അത് നല്ലതല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ അരാഷ്ട്രീയത LDFന് പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്തകൾക്ക് ബലം പകരുന്നില്ല എന്നാണ് അങ്ങ് പറയുന്നത്. എന്ന് തന്നെയാണ്. കാരണം അരാഷ്ട്രീയത പിന്നെ എപ്പോഴും ഈ ഒഴുക്കിനനുസരിച്ചോ ഓളത്തിനനുസരിച്ചോ ഉള്ള ഒരു പ്രതികരണത്തിലേക്കാണ് മാറുക. അതൊരിക്കലും ഒരു ബലവത്തായ ഒരു പ്രത്യയശാസ്ത്രത്തിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മൂല്യത്തെയോ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എന്താണോ അവരുടെ അപ്പോഴത്തെ ചിന്തയിൽ വരുന്ന ഒരു വലിയ ഒരു മാസ് സൈക്കോളജി എന്നോ വേണമെങ്കിൽ, അല്ലെങ്കിൽ മോബിൻ്റെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവത്തെ അല്ലെങ്കിൽ ചിന്താഗതിയെ പെട്ടെന്ന് ഉപരിതലത്തിൽ സ്പർശിക്കാൻ കഴിയുന്ന എന്തിനെങ്കിലും പിൻപറ്റാൻ അവർക്ക് കൂടുതൽ പ്രേരണയുണ്ടാവും. അപ്പോൾ അവർക്കിടയിൽ രാഷ്ട്രീയമായ ഒരു ആശയ രൂപീകരണം നടക്കുന്നില്ല. അവരുടെ ഒരു രംഗത്തും പ്രത്യേകിച്ച് ഈ സാമൂഹികമായ പ്രത്യേകിച്ച് ഒരു സർഗാത്മക പ്രക്രിയ, ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഈ രംഗത്ത് നടക്കണം. അത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. വളരെ പാസീവായി പോകുന്ന ഒരു സമൂഹം ആരെ സൃഷ്ടിക്കും? അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എങ്ങനെ അത് പോസിറ്റീവായി അല്ലെങ്കിൽ അത് പോസിറ്റീവായി നടത്തപ്പെടുക, എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അത് നമ്മുടെ സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ ശരിക്കും ജനാധിപത്യപരമായ അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രം ഭാരതം ഉയർത്തിപ്പിടിച്ചിരുന്ന കുറേ മൂല്യങ്ങൾ വേണ്ട രീതിയിൽ വിലയിരുത്താനും അതിനെ പിൻപറ്റാനും കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് വന്നതെങ്കിൽ അത് വളരെ ഭീകരമായ ഒരവസ്ഥയായിരിക്കും നമ്മുടെ സമൂഹത്തിന് സമ്മാനിക്കുക. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രവണതകൾ നമുക്ക് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ദേശീയ സമര രംഗത്ത്, ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടന്ന കാലത്ത് ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ഒട്ടേറെ മൂല്യങ്ങളുണ്ട് രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ. ആ മൂല്യങ്ങൾക്കും കുറച്ചും കൂടി അപ്പുറത്ത് അന്താരാഷ്ട്രപരമായി ഒരു സാർവജനീനമായ സാർവലൗകികമായ ചില ആദർശാത്മക രാഷ്ട്രീയ മൂല്യങ്ങൾ സംഭാവന ചെയ്ത പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടി. ആ ഇടതുപക്ഷ പാർട്ടിയുടെ ഒരു പുരോഗമനാത്മകമായ ചിന്തകൾ ഒരുപക്ഷെ സമൂഹത്ത് നിർമ്മിച്ചെടുത്ത മൂല്യബോധത്തിന് കണക്കില്ല. ആ പാർട്ടിയിൽ നിന്നും ചില ആളുകൾ പ്രത്യേകിച്ച് വടക്കൻ കേരള, അത്യുത്തര കേരളത്തിൽ പോലും ഈ പാർട്ടിയുടെ നെടും തൂണായി ആദർശ രാഷ്ട്രീയത്തിൻ്റെ പേര് പറയുന്നവർ പോലും സ്പേസ് നഷ്ടപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥയുണ്ട്. അത് ആശാസ്യമാണ്. അത് ആശാസ്യമല്ല എന്ന് മാത്രമല്ല, ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കൂടി ഇടതുപക്ഷ പാർട്ടികൾ ബോധപൂർവ്വം ശ്രമിക്കേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടും എനിക്കുണ്ട്. കാരണം ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞവർ, ഒരു നിശ്ചിത കാലഘട്ടം ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പല രംഗങ്ങളിൽ പ്രവർത്തിച്ചവർക്ക് ഒരു പ്രായപരിധിയോ റിട്ടയർമെൻറ്റോ എന്ന രീതിയിൽ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിനൊരു എക്സംഷൻ അല്ലെങ്കിൽ ഒരു ഒഴിവ് കൊടുക്കാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത്രയും കാലം സജീവമായി ഈ പക്ഷത്ത് നിൽക്കുകയും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തവർ വളരെ പെട്ടെന്ന് ഒരു ഇനേഴ്ഷ്യയിലേക്ക് അല്ലെങ്കിൽ ഒരു ചലനാത്മകമല്ലാത്തൊരു സ്ഥാനത്തേക്ക് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്നാൽ അവർക്ക് അവരുടേതായ അത്യാവശ്യം ഊർജ്ജസ്വലമായ ഒരു മനസ്സും ചിന്താഗതികളും പ്രവർത്തന ശേഷിയും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെ ഒരു ശൂന്യതയിലേക്കോ അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടേതായ ഒരു സംഭാവനകൾ നൽകാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു തലം കണ്ടെത്തി അവരെയും കുറേ കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഈ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സംഭാവനകൾ നൽകാൻ കഴിയുന്ന അവർ സജീവമായി ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ
സിദ്ധാന്തങ്ങൾ, അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ, അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സൈദ്ധാന്തികരായ ആളുകൾ, പ്രത്യയശാസ്ത്ര ഭാരം ഉണ്ടെങ്കിൽ പോലും അത് വേണ്ടത്ര ജനങ്ങൾ അടിച്ചേൽപ്പിക്കാത്ത ഭരണകർത്താക്കൾ, ഞാൻ സൂചിപ്പിക്കുന്ന അങ്ങേക്ക് മനസ്സിലുണ്ടാവും, EMSനെ പോലുള്ളവർ, വലിയ എഴുത്തുകാർ, ചിന്തകർ, ഒപ്പം തന്നെ കൂടെ നിൽക്കുന്ന പി ഗോവിന്ദപിള്ളയെ പോലുള്ള ആളുകൾ, NE ബലറാമിനെ പോലുള്ള ആളുകൾ, അച്യുതമേനോനെ പോലുള്ള ആളുകൾ ഒക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് തകഴി ഉൾപ്പെടുന്ന, പി കേശവദേവ് ഉൾപ്പെടുന്ന, ഇടശ്ശേരി ഉൾപ്പെടുന്ന കവികൾ, വയലാറിനെ പോലുള്ള വലിയ, ഭാസ്കര മാഷിനെ പോലെ, ONV പോലുള്ള വലിയ കവികളൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ച് നാടകരംഗത്ത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങൾ, സർവേക്കല്ല് പോലുള്ള, മൂലധനം പോലുള്ള വലിയ നാടകങ്ങളൊക്കെ ഇതിന് KPCയുടെ ഭാഗമായി വന്നിരുന്നു. പിൽക്കാലത്ത് അതെല്ലാം ക്ഷയിച്ച് ശുഷ്കിച്ച് ഒരു പ്രത്യയശാസ്ത്ര പിന്തുണ ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? അത് പ്രത്യയശാസ്ത്രപരമായ പിന്തുണ എന്നതിന് അപ്പുറം ഇപ്പോഴത്തെ ആ ഒരു ബൗദ്ധിക തലമോ അല്ലെങ്കിൽ സാംസ്കാരിക തലത്തിലോ സംഭാവന നൽകാൻ കഴിയുന്നവർ പോലും ഒരുപാട് ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാണ്. അവരുടെ ചില ധാരണകളോ ബോധ്യങ്ങൾക്കോ ദൗർബല്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷം നമ്മുടെ ഒരു സാമൂഹിക തലത്തിൽ സംഭാവന, അതുപോലെ തന്നെ ഭരണതലത്തിൽ വളരെ അഭിലഷണീയമായ ഒരുപാട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വലതുപക്ഷത്താണെങ്കിൽ പോലും നെഹ്റുവിയൻ ചിന്തകളും മറ്റു കാര്യങ്ങളുമൊക്കെ. ആ ചിന്താധാരകളിൽ നിന്ന് അവരും പുറത്തുപോയി ആ പറഞ്ഞ സിദ്ധാന്തങ്ങളിൽ നിന്നൊക്കെ ഒരിടയ്ക്ക് നമ്മുടെ അന്തർദേശീയ തലത്തിലാണെങ്കിലും ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ഒരു രണ്ട് ശാക്തിക ചേരികൾ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുമ്പോൾ തന്നെ അതിനോട് ഏറെക്കുറെ കിടപിടിച്ച് നിൽക്കുന്ന രണ്ട് ശാക്തിക ചേരികളിൽ നിന്നും സമദൂരം അല്ലെങ്കിൽ ഒരു ശാക്തിക ചേരിയിലും പെടാതെ ഒറ്റ രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വപരമായ ഒരു സ്ഥാനം ഭാരതത്തിനുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടെന്ന് സാറിന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അതിൽ മാത്രമല്ല, കുറെ കൂടി പുരാതനമായി നമ്മൾ ചിന്തിച്ചാൽ, കുറെ കൂടി പ്രാക്തനമായി ചിന്തിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു ദാർശനിക തലം ഉണ്ടായിരുന്നല്ലോ. നമുക്ക് വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്തൊക്കെ അതെല്ലാം പോയല്ലോ. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആകെ നമ്മുടെ ഈ പറഞ്ഞ തലങ്ങളിലെല്ലാം ഒരു ആൾക്കൂട്ടത്തിന് പുറകെയോ അല്ലെങ്കിൽ ഒരു ഒഴുക്കിന് പുറകെയോ പോകുന്ന രീതിയിലേക്ക്, അതായത് ചിന്തകൾക്കോ തങ്ങളുടെ നിലപാടുകൾക്കോ ഒരു ആരുറപ്പും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് അറിയാം. അങ്ങേയറ്റം തീവ്ര കമ്മ്യൂണിസ്റ്റ് ആദർശം വെച്ച് പുലർത്തിയിരുന്ന സച്ചിദാനന്ദൻ മാഷ് വരെ പോയ പോക്ക്, അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായങ്ങളും അതൊക്കെ ഒരു പരിധിവരെ എന്തിൻ്റെ സൂചനമാണെന്ന് നമുക്ക് സംശയം തോന്നി. പക്ഷേ അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലല്ലോ സാറേ. കൂടുതൽ അറിഞ്ഞു വരുംതോറും പഠിച്ചു വരുംതോറും സച്ചിദാനന്ദൻ മാഷൊക്കെ അഭിപ്രായങ്ങൾ മാറ്റുന്നത് ഒരിടത്തിൽ നല്ല സൂചനയല്ലേ? അഭിപ്രായങ്ങൾ മാറ്റുന്നു എന്നുള്ളത് ആരോഗ്യകരമായ തരത്തിലുള്ള അഭിപ്രായമാണെങ്കിൽ മാത്രമേ അതിൽ മാറ്റുന്നു എന്ന് പറയുന്നത് നല്ല സൂചനയായി കാണാൻ കഴിയൂ. അല്ലെങ്കിൽ വെറും ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന അല്ലെങ്കിൽ മറ്റാരുടെയോ ഇതിലേക്ക് മാറുന്ന തരത്തിലുള്ള, കാരണം ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അപ്പുറത്ത് എന്നുള്ളതിന് കവിഞ്ഞ് സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവരുടെ ചില താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഇതിന് പുറകെ പോകുന്നു എന്നാൽ കവിഞ്ഞ് അതൊരു സൈദ്ധാന്തികമായ നിലപാടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എഴുത്തുകാരൻ വെളിപാടുകളുടെ രാജകുമാരന്മാരാണ്. എല്ലാ എഴുത്തുകാരും അതെ, അവർ വെളിപാടുകളാണ്. പക്ഷെ അവർക്ക് നിലപാടുകളും വേണമെന്ന് നമ്മൾ ആശിക്കേണ്ടതുണ്ടോ? ഒരു പരിധിവരെ അവരുടെ നിലപാടുകൾ വേണമെന്ന് തന്നെയാണ്. കാരണം ഒരു സമൂഹം അവരെ അംഗീകരിക്കുകയോ അവരെ പിൻപറ്റാൻ ശ്രമിക്കുകയോ അവരിൽ നിന്ന് ഈ സമൂഹത്തിന് ആരോഗ്യകരമായൊരു സംഭാവനകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷയോ ഉള്ളവരാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നമ്മൾ കാണുന്നവരാണിവർ. ഈ ദൈക്ഷണിക തലത്തിലെ ചോർച്ച സാർ സൂചിപ്പിച്ചല്ലോ. പ്രത്യേകിച്ച് ചിന്താതലത്തിൽ ദൈക്ഷണിക തലം. ഇപ്പോൾ MN വിജയൻ സാറിനെ പോലുള്ളവർ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ അപജയം പ്രവചിച്ചിരുന്നു. സത്യത്തിൽ പാർട്ടിയിൽ ആളുണ്ടാവില്ല ഇങ്ങനെ പോയാൽ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടാണ് ഈ ദൈക്ഷണിക പിന്തുണ ഏറെയും പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ദൈക്ഷണിക പിന്തുണ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പാർട്ടിക്കെന്നല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെന്നല്ല, ഈ സാറ് പറഞ്ഞ ആ ഒരു തലമുറയ്ക്ക് ശേഷം എല്ലാ തലത്തിലും ഈ ദൈക്ഷണികമായ ചോർച്ച അല്ലെങ്കിൽ ഒരു ഡിറ്റീരിയറേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വലതുപക്ഷത്തിൻ്റെ ആണെങ്കിലും ഒരു ആരോഗ്യകരമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്ന പലരും വേറെ ചില കോണുകളിലേക്ക് പോയി. ഇപ്പോഴൊക്കെ അവർ പറയുന്ന അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യനാണോ നമ്മൾ ഇന്ന സാർ എന്ന് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ന തലത്തിലിരുന്നയാൾ
എന്നൊക്കെ നമുക്ക് അതിശയം തോന്നുന്ന തരത്തിലേക്ക് മറുപക്ഷത്തും സംഭവിച്ചിട്ടുണ്ട്. ഈ സാമൂഹികമായ ജീർണതകൾ ഈ ആദ്യം വലതുപക്ഷത്തെയാണ് ബാധിക്കുക. ഞാൻ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. ഉദാഹരണത്തിന് അഴിമതി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ പക്ഷപാതിത്വം, രാഷ്ട്രീയ പക്ഷപാതിത്വം, ഇതൊക്കെ അവരെയാണ് കൂടുതൽ ബാധിക്കുക. പക്ഷെ കാലക്രമേണ അതേ അപജയങ്ങൾ ഇടതുപക്ഷത്തെയും ബാധിക്കുന്നു. സാർ ആദ്യം സൂചിപ്പിച്ചത് അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ പോകാനാവുമോ? അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു പോകാൻ കഴിയുമെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം നമ്മുടെ 80കളിലെയോ 90കളുടെ ആരംഭത്തിലുണ്ടായിരുന്ന അത്രയും ഡൈനാമിക് ആയിട്ടുള്ള ഒരു തലമുറയല്ല ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ. അടിയന്തരാവസ്ഥക്കാലത്ത് ആ സംഗതി ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ബുദ്ധിമാന്മാരായ കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെയും മെഡിക്കൽ കോളേജിലെയും പോളിടെക്നിക്കുകളിലെയും വിദ്യാർത്ഥികളായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം ഭയപ്പെട്ടിരുന്നത്. ആ ഒരു തലത്തിൽ അന്ന് വിദ്യാർത്ഥികൾക്ക് അത്തരം അത്രത്തോളം വളരെ ചടുലമായ അല്ലെങ്കിൽ അത്രത്തോളം ഊർജ്ജസ്വലമായ അവർ ഒരുപക്ഷെ പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ ചേർന്നുള്ളതാണെങ്കിൽ പോലും നിലപാടുകളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അവരുടെ ചിന്താഗതികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തൊക്കെയോ കുറേ കെട്ടുകാഴ്ചകളുടെ പുറകെ പോകുന്ന ഒരു സമൂഹമായി നമ്മുടെ യുവതലമുറയെ മാറിയിട്ടുണ്ട്. ഈ വലതുപക്ഷ വ്യതിയാനം സത്യത്തിൽ ഇടതുപക്ഷ പാർട്ടികളിൽ കാര്യമായി സംഭവിക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് ഈ പണാധിപത്യത്തിൻ്റെ കാര്യത്തിൽ, ഒരു ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഈ വലതുപക്ഷ വ്യതിയാനം ഒരു ഇടതുപക്ഷ പാർട്ടികൾക്ക് അത്ര ഗുണകരമാണ്? വലതുപക്ഷ വ്യതിയാനം ഇടതുപക്ഷ പാർട്ടികൾക്കെന്നല്ല, നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നതും ഇനിയും നമ്മൾക്ക് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്ര സമൂഹത്തിന് തന്നെ ഗുണകരമല്ല. കാരണം അതെപ്പോഴും ചൂഷണാധിഷ്ഠിതമായ അല്ലെങ്കിൽ തുല്യതകൾ അംഗീകരിക്കാത്ത ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുകയുള്ളൂ. സാമ്പത്തിക നേട്ടം, അതിൽ നിന്നുണ്ടാകുന്ന വ്യക്തിപരമായ ലാഭങ്ങൾ. അപ്പോൾ ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇന്ത്യയുടെ ആകാശം അല്ലെങ്കിൽ ഇതിൻ്റെ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ ഇതെല്ലാം കുറേ വ്യക്തികളുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇനി ഈ കണക്കിന് പോയാൽ ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ പോലും കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത്ര പട്ടാളക്കാരെ സംഭാവന ചെയ്യുക, മുതലാളി പറയുന്നതനുസരിച്ച് അവർ പോയി പണി ചെയ്യുക, ആ കോൺട്രാക്റ്റിനുള്ള പൈസ മുതലാളിക്ക് കൊടുക്കുക. ആ രീതിയിൽ നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫിനെ ഇപ്പോൾ സ്ഥാപനങ്ങളിലേക്ക് ആ രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രം പോകുന്നൊരു തലത്തിലേക്ക് എത്തിയെന്ന് ഞാൻ ഭയപ്പെടുന്നു. പബ്ലിക് സെക്ടർ കണ്ടമാനം ഇല്ലാതാവുകയും പ്രൈവറ്റൈസേഷൻ പൂർണ്ണമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അപകടത്തെക്കുറിച്ചാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം ഈ നമ്മുടെ ഇന്ധനം അല്ലെങ്കിൽ ഇന്ധനങ്ങൾ അത് ഫോസിൽ അല്ലാതെയുള്ളതാവാം. അതുപോലെയുള്ള ഇത്, അതായത് രാഷ്ട്രത്തിൻ്റെ സ്വത്തും രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്കും ഉത്തമ താല്പര്യങ്ങൾക്കും അനുകൂലമായി മാത്രം വിനിയോഗിക്കപ്പെടേണ്ടത് മുഴുവൻ ലാഭേച്ഛുക്കളായ ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ ആ കോർപ്പറേറ്റിൻ്റെ കീഴിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ നമ്മുടെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന പല സ്ഥാപനങ്ങളും മൃതപ്രായമാവുകയും ആ പൊതുരംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഓണർഷിപ്പിന് കീഴിൽ പ്രവർത്തിക്കേണ്ട ആ സ്ഥാപനങ്ങളുടെ ജോലികൾ മുഴുവൻ മറ്റ് ചില ലാഭകുതിയന്മാരായ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് മാറുകയും ചെയ്യുന്നത് ഇന്ത്യ ഭയത്തോടെ തന്നെ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രം നിലയ്ക്ക്. ഈ കോർപ്പറേറ്റുകളുടെ വളർച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തെയും ബാധിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ വന്നത് നമ്മളൊരു മിക്സഡ് എക്കോണമിയുടെ വക്താക്കളായിരുന്നു സത്യം പറഞ്ഞ തുടക്കത്തിൽ, സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലേ. അതിന് ഒരു പരക്കെ നമുക്കൊരു അംഗീകാരം കിട്ടുകയും ചെയ്തായിരുന്നു തുടക്കത്തിൽ. പക്ഷെ അവിടെ നിന്നാണ് നമ്മുടെ ഈ മാറ്റങ്ങൾ. ആ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ തന്ത്രപ്രധാനമായ മേഖലകൾ എപ്പോഴും സ്റ്റേറ്റ് ഓണർഷിപ്പിൽ നിൽക്കുകയും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെയോ രാഷ്ട്രത്തിൻ്റെ മറ്റ് ഉത്തമ താല്പര്യങ്ങളെയോ ബാധിക്കാത്ത മറ്റ് മേഖലകൾ സ്വകാര്യ മേഖലകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുമുള്ള വളരെ ആരോഗ്യകരമായ ഒരു ഇക്കോണമി ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നെഹ്റുവിന് അതിൻ്റെ കാര്യത്തിൽ വലിയ പങ്കുണ്ടായിരുന്നു. നെഹ്റുവിന് വലിയ പങ്കുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ ആ ഒരു ബലവും അതോടൊപ്പം തന്നെ അല്പം ലിബറലൈസേഷൻ ആവാം അല്ലെങ്കിൽ അത് ആവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാട്, അത് മിക്സഡ് എക്കോണമിയുടെ കാര്യത്തിൽ നല്ലൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. സാർക്ക് ഓർക്കുന്നുണ്ടാവുക, നമ്മൾ ആകാശവാണിയിലൊക്കെ ആദ്യം പ്രോഗ്രാം ചെയ്യാൻ കഴിയുമ്പോൾ ഇന്ത്യൻ നിർമ്മിതമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയല്ല. അതുപോലെ വന്ന് നമ്മൾ ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ഇപ്പോൾ അതെല്ലാം
എല്ലാ രംഗത്തും എങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രത്തിലെ താല്പര്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിലേക്ക് അത് മാറുന്നു. അതിൻ്റെ ആ താല്പര്യങ്ങൾ തന്നെ രാഷ്ട്രീയത്തിലേക്കും കടന്നു വന്നു. അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന് നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമ്മൾ എപ്പോഴും നീതിപൂർവമായും നിഷ്പക്ഷമായും ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ച പല ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റി പോലും നമുക്ക് സംശയം ഉന്നയിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. ഇപ്പോൾ നിസ്സാരം ഈ അടുത്തിടെ ഉണ്ടായ ഒരു മൂവ്മെൻറ്റ്, ഒരു ജഡ്ജിയുടെ വീൺവാക്കിൽ നിന്നുണ്ടായ ഒരു മൂവ്മെൻറ്റിനെ ഈ രാഷ്ട്രം എത്രത്തോളം ഭയപ്പെടുന്നു എന്ന് ചിന്തിക്കുക. ആ ജഡ്ജിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്, ആ മൂവ്മെൻറ്റിൽ അവർ ആദ്യം മുന്നോട്ട് വെച്ചത് ഒരു ജഡ്ജിക്കും റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പോസ്റ്റിങ്ങിനെ പറ്റി പ്രതീക്ഷിക്കാൻ അവർ അടുത്ത കാലത്ത് വന്നൊരു സംഭവമാണത്. തീർച്ചയായിട്ടും. അല്ല, അത്തരം ഒത്തിരി സംഭവങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ മറ്റ് റിട്ടയർമെൻറ്റിന് ശേഷം നടന്നത് അത് മറ്റൊരു വശമാണെങ്കിൽ പോലും നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ വലതുപക്ഷം ഇങ്ങനെ വലിയൊരു വിജയം സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. സതീശൻ പറഞ്ഞിരുന്നു പലവട്ടം 100+ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സാധാരണ ജനങ്ങളോ നേതാക്കന്മാരോ അത് പ്രതീക്ഷിച്ചില്ല. അതൊരു അട്ടിമറി വിജയമായിരുന്നു അവരുടേതെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെയോ തലത്തിൽ അതിൻ്റെ അകത്ത് കുറച്ചധികം ഞാൻ പറഞ്ഞില്ലേ, അരാഷ്ട്രീയമായ ഒരു തലമുറയ്ക്ക് ഈ പറഞ്ഞ പ്രചരണ കോലാഹലങ്ങളിലൂടെയും കുറേയധികം പേരുടെ അഭിപ്രായത്തിലൂടെയും എന്താണ് സംഭവിക്കുന്നതെന്ന്, എന്താണ് ശരിയായ നിലപാടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് പല താല്പര്യങ്ങളും ഉള്ളവർ ഈ കണക്കിന് മുന്നോട്ട് ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു അധികാരം മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് ലാഭം നൽകിയിരുന്ന പല മേഖലകളും നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടിട്ടുണ്ടാവാം. ഇടതുപക്ഷത്ത് ഒരു അധികാര കേന്ദ്രീകരണം നടന്നുവെന്നും ഒരു സമഗ്രാധിപത്യ സ്വഭാവം ഈ ഇടതുപക്ഷ ഭരണത്തിലുണ്ടായി എന്നും ജനങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അവർ കുറ്റം പറയാനാവും. അതിൻ്റെ അകത്ത് നമ്മുടെ മനസ്സിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളാണ്. മാധ്യമ സൃഷ്ടിയാണ് പല നേതാക്കന്മാരുടെ ഇമേജുകൾ മാധ്യമ സൃഷ്ടിയാണ്. നേതാക്കന്മാരുടെ ദൈവങ്ങളെ പോലും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് മാധ്യമങ്ങളാണ്. അതിന് പുറകെ പോയി അപ്പോൾ ഇതിൻ്റെ അകത്തെ വസ്തുതയെപ്പറ്റിയോ ഇതിൽ നിന്ന് ആരോഗ്യകരമായുള്ളത് ഏതാണ്, അനാരോഗ്യകരം ഏതാണെന്ന് തിരിച്ചറിയാതെ ഒരു വേള വഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ നന്മയുടെ ആണെങ്കിലും തിന്മയുടെ ആണെങ്കിലും ഏത് തലത്തിലാണോ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തിൽ ഇടതുപക്ഷത്ത് നിങ്ങളുടെ പിന്തുണ ഉണ്ടായില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിച്ച പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ കിഫ്ബി എന്ന സംവിധാനത്തെ വെറും കടമെടുത്ത് ധൂർത്തടിക്കാനുള്ള ഒരു സംവിധാനം എന്ന് ആരെങ്കിലും നേതാക്കന്മാർ പറഞ്ഞാൽ അതിന് കൂടുതൽ പ്രൊജക്ഷൻ കൊടുക്കുകയും അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വാർത്ത എന്നാണ് നമുക്ക് വരുന്നത്. ഈ റിസൾട്ടിന് ശേഷം ഒരു ചാനൽ പുറത്തുവിട്ടു കിഫ്ബി എന്നത് വെറും നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഗവൺമെൻറ്റിലേക്ക് ഖജനാവിലേക്ക് വരുമാനം ഉണ്ടാകുന്ന മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയായിരം കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വന്നു എന്ന വാർത്ത ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാത്രമാണ് മാധ്യമം പുറത്തുവിടുന്നത്. കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വലിയ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ തോമസ് ഐസക്കിൻ്റെ കാലം മുതൽ തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ച ഇലക്ഷന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കാൻ വന്നത് ജനങ്ങൾക്കിടയിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഈ സർക്കാരിനെ കുറിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ റിസൾട്ട് തെളിയിക്കുന്നത്. ആ ബാഡ് ഇംപ്രഷൻ എന്തൊക്കെയായിരിക്കും? ബാഡ് ഇംപ്രഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വ്യക്തമായ ഒന്നുമില്ല. മാറ്റം വേണമെന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ ചോദിച്ചു എന്തിൽ നിന്ന് എന്തിലേക്ക് മാറണമെന്നാണ്. അപ്പോൾ അവർക്ക് മറുപടിയില്ല, മാറ്റം വേണം. ഞാൻ പറഞ്ഞില്ല, ഈ വായ്ത്താരികൾക്ക് പുറകെ പോയി അവരും പറയാൻ തുടങ്ങും മാറ്റം വേണം. കാരണം അടുത്ത് നിൽക്കുന്നവനും പറയുന്നു മാറ്റം വേണമെന്ന്. മാറ്റം വേണമെന്ന് ആദ്യം മുന്നോട്ട് വയ്ക്കുന്നവൻ്റെ മനസ്സിൽ മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ഈ കേട്ടിത് ആവർത്തിക്കുന്നവൻ്റെ ഒരു താല്പര്യമില്ല, പക്ഷെ മാറ്റം വേണം. അപ്പോൾ ഈ തോൽവി അനർഹമാണ് എന്ന് സ്വരാജ് പറഞ്ഞതിനെ നമ്മൾ പിന്തുണയ്ക്കുന്നു. ഞാനതിനെ പിന്തുണയ്ക്കുന്ന ആളാണ്. ഇനി എൻ്റെ മകൾ പഠനത്തിൻ്റെ ഭാഗമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഒരാഴ്ച താമസിച്ച് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ അവിടുത്തെ ഈ പറഞ്ഞ പുനരധിവാസത്തെ പറ്റി അവരുടെ ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഭാഗമായി അവിടെ പോയി ഒരാഴ്ച പ്രവർത്തിച്ചതാണ്. റിസർച്ചായിരുന്നു. ഒരു ചെറിയൊരു ആ പ്രദേശത്ത് അതിനു മുൻപ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പൊതുപ്രവർത്തകരെയും ഇപ്പോഴത്തെ അവിടുത്തെ പൊതുപ്രവർത്തകരെയും എല്ലാം പോയി കാണുകയും അവിടുത്തെ ജനങ്ങളുമായി ദുരന്തം അനുഭവിച്ചവരുമായി സംസാരിക്കുകയും എല്ലാം ചെയ്തതാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടിയ ഇലക്ഷൻ്റെ റിസൾട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ഞെട്ടിപ്പോയി. അവിടെ എല്ലാ മേഖലയിലും എല്ലാ ബൂത്തിലും ഈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട പ്രളയബാധിതരായ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ ഇടതുപക്ഷം വളരെ പിന്നിപ്പോയി.
അത് പൂർണ്ണമായും ഒരു ജനാഭിപ്രായത്തിൻ്റെ പ്രതിഫലനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിനും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതിനും അപ്പുറത്തുള്ള ചില അടിയൊഴുക്കുകളോ അനുഭവസ്ഥരാണ് വിധി എഴുതുന്നത്. അനുഭവസ്ഥരുടെ വിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വിധി മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും, പല രീതിയിലുണ്ടാവും. പക്ഷേ ഇടതുപക്ഷത്തിന്റെ വിജയത്തെ നമ്മൾ ഈ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോട്ടർമാരെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടേ ഇല്ല. വോട്ടർമാരെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ വോട്ട് ചെയ്യുന്നത്? അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പലരും നന്ദികേട് കാണിച്ചു. ആ പ്രയോഗത്തിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം എന്തെങ്കിലും കിട്ടിയാൽ വാലാട്ടി കാണിക്കേണ്ട അങ്ങനെ നന്ദി പ്രകടിപ്പിക്കേണ്ടതല്ല പൗരന്മാരെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അത് പക്ഷേ എനിക്ക് പലയിടത്തെയും ഇലക്ഷൻ റിസൾട്ടുകളുടെ ആ വോട്ട് ഷെയറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു മലയാളത്തിലെ വാക്ക്, പലർക്കും അത് അറിയില്ലായിരുന്നൊരു വാക്കാണ്. ഇപ്പോൾ അത് ചിരപരിചിതമായൊരു വാക്കായി മാറി, ധാർഷ്ട്യം. ഈ ധാർഷ്ട്യം സത്യത്തിൽ ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ അതുമൂലമാണ് ഭരണത്തിന് പുറത്തു പോയത്, അടിമുതൽ മുടി വരെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞ മറുപടി തന്നെ ഞാൻ ആവർത്തിക്കുന്നു. ഇതിനെ മാധ്യമങ്ങൾ ഏത് രീതിയിൽ ചിത്രീകരിക്കുന്നുവോ, ഒരു പക്ഷേ ഈ ധാർഷ്ട്യം എന്നുള്ളതിന് പകരം ദൃഢമായ ഒരു തീരുമാനം, ഒരു വാക്ക് പറയേണ്ടിടത്ത് നമ്മുടെ മക്കളോട് പോലും നോ പറയേണ്ടിടത്ത് നോ പറയണം എന്ന് പരിശീലിപ്പിക്കുന്നവരാണ് നമ്മൾ. അതിനെ ധാർഷ്ട്യം എന്ന് പറഞ്ഞ് അതൊരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട്, അപ്പോൾ മറ്റാരും ധാർഷ്ട്യക്കാർ അല്ലേ? ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞ ധാർഷ്ട്യമാണെങ്കിൽ അപ്പോൾ നിലപാടില്ലാത്തതാണോ ഈ ധാർഷ്ട്യമില്ലായ്മ? അത് പലപ്പോഴും അത് മാധ്യമങ്ങളുടെ ചില പ്രവർത്തകരോട് വളരെ റാഷായിട്ട് എത്രയോ നേതാക്കന്മാർ പെരുമാറുന്നു. അവർക്കാർക്ക് ഈ ധാർഷ്ട്യം പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അല്ല, നേതാക്കന്മാർക്ക് അറിഞ്ഞൂടെ ഒരു ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങളെന്നും ഈ മാധ്യമങ്ങൾ ഇവരെയൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഒക്കെ അവർക്ക് അറിഞ്ഞൂടെ? എങ്കിൽ പോലും മാധ്യമ പരിലാളനയ്ക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അതിനെ അവർ ധാർഷ്ട്യം എന്ന് പറയും. കാരണം എന്നെ ഞാനാക്കുന്ന ഇവനാണ്, അതുകൊണ്ട് ഇവൻ്റെ മുന്നിൽ ഞാൻ ഇവന് ഇഷ്ടപ്രകാരം നിന്നുകൊള്ളാം എന്നുള്ള ആ ഒരു നിലപാട് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ആദ്യമേ മാധ്യമങ്ങളുടെ ഇത്തരം ചില നിർമ്മിതികളെ പൊളിച്ചെടുക്കുക എന്നുള്ളത് ഈ പോയ മുഖ്യമന്ത്രിയുടെ ഒരു ലക്ഷ്യമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം തുടക്കം മുതലേ അദ്ദേഹം മാധ്യമക്കാരെ അകറ്റി നിർത്തിയിരുന്നു. മാധ്യമക്കാരെ അകറ്റി നിർത്തിയെന്നുള്ള, പക്ഷേ എൻ്റെ നാടൻ ഭാഷ പറഞ്ഞാൽ അവരെ സുഖിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള സത്യമാണ്. കൂടെ അവരെ കാണുന്ന പരിപാടിയൊക്കെ നിർത്തിയായിരുന്നു. എങ്കിൽ പോലും ആ പ്രളയകാലത്ത് നമ്മുടെ നിപ്പയല്ലല്ലോ, നമുക്ക് കൊറോണ വന്ന സമയത്ത് അദ്ദേഹം എന്നും തന്നെ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു, എന്നും തന്നെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊഴിച്ചാൽ പിന്നീട് മാധ്യമക്കാരെ അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നെനിക്ക് ബോധപൂർവ്വം അകറ്റി നിർത്താൻ തോന്നിയിട്ടില്ല. അദ്ദേഹം ജനങ്ങളോടോ മാധ്യമങ്ങളോടോ സംസാരിക്കണമെന്ന സാഹചര്യങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എൻ്റെ തോളെ കൈയിട്ട് എന്നെ സൂചിപ്പിച്ച് സംസാരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അയാളുടെ ശത്രുവാണ്, അല്ലെങ്കിൽ അയാളുടെ ഞാൻ രാഷ്ട്രീയക്കാരനാക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾക്കൊന്നും ചെയ്യാനില്ല. കാരണം ഈ ഒരു പഴയ നമ്മുടെ നാട്ടിലൊരു ഭരണാധികാരി ഒരു ട്രെയിനിൽ കിടക്കുന്ന ചിത്രവും റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ചിത്രവും നമ്മുടെ മാധ്യമങ്ങളിൽ വന്നു. ഇതിന് വന്ന അടിക്കുറിപ്പുകൾ സാർ ശ്രദ്ധിച്ചിരുന്നു? എല്ലാം ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് വളരെ വ്യക്തമാണ്. ഒരാൾ ഇത് ഭയങ്കര ദിവ്യമായ സ്വർഗീയമായ അല്ലെങ്കിൽ വളരെ ഭയങ്കര എന്തോ ഒരു ഭയങ്കര സംഭവം, മറ്റത് തീർത്തും നഷ്ടപ്പെട്ട ഒന്നുമല്ലാതായിപ്പോയ ഒരു തിരസ്കൃതനായ ഒരാളുടെ ദൈന്യ രൂപത്തിൽ സന്തോഷിക്കുന്ന ഒരു അടിക്കുറിപ്പാണെങ്കിൽ മറ്റൊന്ന് എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന്. രണ്ടും സംഭവ്യമായ കാര്യങ്ങളാണ്. അതിനെ അങ്ങനെയാണ് കാണേണ്ടതുള്ളൂ. കാരണം അറിയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ ഇത്തരം, ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അതിനെ കാണുന്നത് അങ്ങനെയായിരിക്കാം. വളരെ ഇതെല്ലാം സംഭവ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജയം തോൽവി എന്നൊക്കെ പറയുന്നത് അന്യമല്ലല്ലോ, ആർക്കും സംഭവിക്കാവുന്നതാണ്. അപ്പൊ അതിനെ ആ രീതിയിൽ കാണണം എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ കുഴപ്പമില്ല. ഇത് ആ രീതിയിലല്ല കൊണ്ടുവരുന്നത്. ഒന്ന് വലിയ ദൈവികമാണെന്ന്, മറ്റൊന്ന് പൈശാചികമാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇവിടെ തന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ
നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു ഒരു ലേഡിയെ ഒരു സ്ത്രീ MLA വരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എങ്ങനെ ഇവരുടെ മുൻപിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും? ഭയങ്കര ഭീതിയാണ് മാധ്യമങ്ങൾക്ക്. പക്ഷേ ഈ പറഞ്ഞ MLA തന്നെ കഴിഞ്ഞ ഭരണത്തിന് കീഴിൽ താൽക്കാലികമായിട്ടെങ്കിലും സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. ആ സ്പീക്കറുടെ മുമ്പിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട്. അതുപോലെ ഓരോരോ തലത്തിലും ഇനിയും ഈ പക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തു നിന്ന് വിമതനായോ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ച് പുറത്തുപോയി വന്നയാൾ പ്രോട്ടം സ്പീക്കർ ആകുമ്പോൾ ഇദ്ദേഹം എന്തോ സംഭവിക്കും വെച്ചാൽ ഈ ഒരു വെറും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ തമ്മിലുള്ള വൈകാരിക ഏറ്റുമുട്ടലാണ് ഇവർ ഈ പത്രക്കാർ പ്രതീക്ഷിക്കുന്നത്. അതെ. അല്ലെങ്കിൽ പിന്നെ പ്രോട്ടം സ്പീക്കർ ആവുന്ന G. സുധാകരന്റെ മുന്നിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിൽ എന്തോ വലിയതെന്തോ ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. മാത്രമല്ല ഇതിനെ പക്വതയോടെ ഇവർ രണ്ടിലും സമീപിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബൗദ്ധിക വളർച്ച ഇല്ലാത്തവരാണോ നമ്മുടെ മാധ്യമപ്രവർത്തകർ? ഈ ജനാധിപത്യത്തിൽ ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ പക്വതയോടെ അവർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ല ഇവർക്ക്. അവര് വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ പോലും വല്ലാതെ സെൻസിറ്റീവ് ആക്കുകയാണ്, എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മുടെ പഴയ ഒരു പ്രയോഗം പറഞ്ഞാൽ അതിനെ പൈങ്കിളിവൽക്കരിപ്പിച്ച് അതിനെ ജനങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത് അതിലൂടെ ഓരോരുത്തർക്കും ഇമേജ് സൃഷ്ടിച്ചു കൊടുക്കുക, ഓരോ ഭരണകൂടത്തിന് ഇമേജ് സൃഷ്ടിച്ചു കൊടുക്കുക. പക്ഷേ ഈ ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം സംഭവിച്ച മറ്റൊന്ന്, ഈ ഭരണകൂടം ജനങ്ങൾക്കും കേരളത്തിന് പൊതുവായിട്ടും ഗുണകരമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്തു. അത് ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ ഇവരാരും എത്തിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതെ ഞാൻ സൂചിപ്പിച്ചത്, ഇത്രയേറെ സംഘടനാ വൈഭവമുള്ള പാർട്ടി, സംഘടനാ ശേഷിയുള്ള പാർട്ടി, സംഘടനയുള്ള പാർട്ടി, ആ പാർട്ടിക്ക് അത് കഴിയാതെ പോയി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വലതുപക്ഷ പാർട്ടികൾക്ക് ഒരു ബൂത്ത് കമ്മിറ്റി പോലില്ല, കോൺഗ്രസിനൊന്നൊരു ബൂത്ത് കമ്മിറ്റി പലയിടത്തും ഇല്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ ഏറ്റവും താഴ്ത്ത തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റികൾ നഷ്ടമാവുന്നൊരവസ്ഥയുണ്ട്. അവർക്ക് കൂടാൻ കഴിയുന്നില്ല പലയിടത്തും. ആ തരത്തിലൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ലോക്കൽ ബോഡി വിളിച്ചു കൂട്ടി ചേർന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അത് സത്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീർണതയാണ്. കുറേ കൂടി ഇപ്പോൾ ആരോ എന്നോട്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, ആ ബ്രാഞ്ച് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് താഴ്ത്ത തട്ടിൽ നിന്ന് പരിപാടി തുടങ്ങിയില്ല എങ്കിൽ, വീണ്ടും ആരംഭിച്ചില്ല എങ്കിൽ ഇത് പോകുന്നത് വല്ലാത്ത നിരാശയിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. അതിനോട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതൊരു പക്ഷേ ഈ ഭരണത്തിൻ്റെ വിജയം അല്ലെങ്കിൽ മികവിനെ കൊട്ടിഘോഷിക്കുന്നതിനിടയ്ക്ക് ഒരു പക്ഷേ അങ്ങനെയുള്ള അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിൽ ഈ അടിസ്ഥാന ഘടകങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ടാവാം എന്നുള്ള കാര്യത്തിൽ എനിക്കും ചെറിയ സംശയമുണ്ട്. ഈ ഭരണത്തിൻ്റെ ശീതളച്ഛായ അതിനെ ബാധിച്ചു. ഒരിക്കലും ഭരണത്തിൻ്റെ ശീതളച്ഛായയിലൊന്നും എല്ലാവരും അങ്ങ് അഭിരമിച്ചു എന്നുള്ളതായിരിക്കില്ല. ഒരു പരിധിവരെ നമ്മുടെ ഈ ഭരണകൂടത്തിൻ്റെ നന്മകൾ അല്ലെങ്കിൽ അതിൻ്റെ മികവുകൾ ജനം തിരിച്ചറിയും എന്നുള്ള ഒരു ഈസിനെസ് ഉണ്ടായി എന്ന് വേണം. ഒരു അനായാസന ഈസിനെസ് പല ആളുകളും പറയുന്നുണ്ട്. പലയിടത്തും കമ്മിറ്റി കൂടാൻ ആളില്ലായിരുന്നു, ഒരു അനായാസ വിജയം. അല്ലെങ്കിൽ കാരണം ജനത്തിന് വിമുഖതയോ അല്ലെങ്കിൽ പ്രതിഷേധമോ എതിർപ്പോ ഉണ്ടാവേണ്ട തരത്തിലല്ല നമ്മളുടെ പോക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ആ പറഞ്ഞ ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവാം. താഴത്തെ തട്ടിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള വിമർശനം അങ്ങ് എങ്ങനെ കാണുന്നു? ഞാൻ എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും വിമർശനങ്ങളെ പറ്റി ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി. പൊതുവായ നമുക്ക് റാൻഡം എടുത്ത് പരിശോധിച്ചാൽ പോലും അങ്ങനെയാണ്. ഒരു വിമർശനത്തിന് അതീതരായല്ല നേതൃത്വം നിൽക്കുന്നത്. വിമർശിക്കാൻ താഴത്തെ കമ്മിറ്റികൾ ധൈര്യം കാണിക്കുന്നുണ്ട്. അവിടെ ആ പ്രയോഗത്തോട് യാതൊരു ധൈര്യവും അധൈര്യത്തിൻ്റെ പ്രശ്നമില്ല. കാരണം ഞാൻ പ്രവർത്തിക്കുന്ന ധൈര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനായത് ഭീതിയോ പ്രീതിയോ നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആ വിമർശനങ്ങളെ കുറച്ചുകൂടി വ്യക്തിനിഷ്ഠമായി കാണാതെ വസ്തുനിഷ്ഠമായി കണ്ട് തിരുത്താൻ കഴിയേണ്ടതുമാണ്. അത് ജനാധിപത്യപരമാണ്. ആ വിമർശനം ഉൾക്കൊള്ളേണ്ടതാണ്. ആരോഗ്യകരമായ വിമർശനം. നമുക്ക് ഈ നമ്മുടെ ജില്ലയിലേക്ക് വന്ന് അവസാനിപ്പിക്കാം, സമയത്തിൻ്റെ പരിമിതി മൂലമാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ജില്ലയിൽ വളരെ കാലമായി LDF അടക്കി വാഴുകയായിരുന്നു. പ്രത്യേകിച്ച് മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ, ദേവികുളം മണ്ഡലം ഇത്തവണ LDFന് കൈവിട്ടു. അത് രാജേന്ദ്രൻ്റെ ഫാക്ടർ സ്വാധീനിച്ചു. ഒരു പരിധിവരെ തമിഴ് മേഖലയിൽ ആ ഫാക്ടർ സ്വാധീനിച്ചിട്ടുണ്ടാവാം. കാരണം എൻ്റെ ഓർമ്മയിൽ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാവാത്ത അത്ര പണത്തിൻ്റെ സ്വാധീനം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ അധികം ഉണ്ടായിരുന്നു. അത് പല രീതിയിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം.
പണം നമ്മൾ പ്രതീക്ഷിച്ചാൽ കൂടുതൽ പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായി എന്നാണ് അങ്ങ് പറയുന്നത്. പണത്തിൻ്റെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി. കാരണം ഈ മേഖലയിൽ ഞാനിപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ 2 സ്ഥലത്തായിട്ടാണ് താമസിക്കുന്നത്. ഒന്ന് കുറേ കാലം തമിഴ് ഭൂരിപക്ഷ പ്രദേശമായ മാട്ടുപ്പെട്ടിയിലും മിക്കവാറും എപ്പോഴും ഞാൻ അടിമാലി പഞ്ചായത്തിലുമായിട്ട് ഞാൻ താമസിക്കുന്ന ആളാണ്. ഞാൻ ഇതിനു മുൻപ് ഈ പ്രവർത്തന മേഖല ഈ പ്രദേശത്ത് കണ്ടതിനേക്കാൾ ഭീകരമായ രീതിയിൽ പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ട് മിക്കവാറും പഞ്ചായത്തുകൾ, അതായത് ദേവികുളം, മൂന്നാർ, വട്ടവട, ചിന്നക്കനാല്, കാന്തല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ LDF മുന്നിൽ പോയി. ഞാൻ പറഞ്ഞിട്ട് പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൻ്റെതും ഇതും വ്യത്യാസമുണ്ട്. അല്ല, പഞ്ചായത്തിൽ വ്യത്യാസമുണ്ട്. ഈ നിയമസഭയിൽ പോലും ആ പഞ്ചായത്തുകളെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ ഇത്രയും പഞ്ചായത്തുകൾ LDFനാണ് കൂടുതൽ വോട്ട് സംഭാവന ചെയ്തത്. മറ്റു മേഖലകളിൽ അതിന് തിരിച്ചു വന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ പൊതുവിൽ റോഷി അഗസ്റ്റിൻ്റെ ഒക്കെ പരാജയം അങ്ങ് എങ്ങനെ കാണുന്നു? ഞാനൊരു ഇടതുപക്ഷ അനുഭാവി എന്ന രീതിയിൽ നിരാശാജനകമാണ്. എങ്കിൽ പോലും ഇതൊരു അവസാനമല്ല, ഈ ഒന്നിൻ്റെ അവസാനമല്ല. ഇടതുപക്ഷം കേരളത്തിന് വേണ്ട ഹൃദയപക്ഷമാണ് എന്ന് തന്നെ ചിന്തിക്കുന്നതുകൊണ്ട് നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായ പ്രതീക്ഷ VD സതീശനിലുണ്ടോ? ഇല്ല. എന്തായിരിക്കും കാരണം? അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പം എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നും വലിച്ചു പുലർത്താൻ കഴിയില്ല. ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെ പിന്താങ്ങാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയും? ആശമാരുടെ വേതന വർധനവിനെ പറ്റി അതൊരു തമാശ മാത്രമാണ്. 1000 രൂപയിൽ നിന്ന് 9000 രൂപ വരെ എത്തിച്ച 8000 രൂപയുടെ വർധനവ് ഒന്നുമല്ല എന്നും ഒരു 3000 രൂപയുടെ വർധനവാണ് വലുത് എന്നും ചിത്രീകരിക്കപ്പെടുമ്പം അതൊരു തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മഴയും വെയിലും കൊണ്ടിരുന്നപ്പോൾ ഒരു 300 രൂപ അധികമായി കൊടുത്തിരുന്നെങ്കിൽ അവർ സമരം നിർത്തി പോകുമായിരുന്നു. ഇല്ല, അന്ന് അവർ 21,000 ആണ്. ഇപ്പം അവർക്ക് തിരിഞ്ഞു നിന്ന് നോക്കിയാൽ മതി. അവർക്ക് 12 എന്നുള്ളവർ 21 വായിച്ചോളൂ. 21 നമ്മൾ സർക്കാർ ജീവനക്കാരൊക്കെ സമരം ചെയ്യുമ്പോഴും അങ്ങനെയായിരുന്നല്ലോ. അല്ല, ഇതിൻ്റെ അകത്ത് അവരുടെ നേതാവായി വന്ന ഒരു വനിത പറഞ്ഞത് 21,000 കുറഞ്ഞൊരു ഡിമാൻഡ് ഞങ്ങൾക്കില്ല, ഇല്ലാതെ ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമായിട്ട് തന്നെയാണ് ആളാണ് ഞാൻ. കാരണം അവരെ ഒരു ആശ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പോലും ഒരു വോളണ്ടറി ആണ്. അവരൊരിക്കലും ജീവനക്കാരോ തൊഴിലാളികളോ പ്രതിഫലത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരോ അല്ല. അവരുടെ അധ്വാനം അവർ വിൽക്കുകയല്ല ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലാണ് കേന്ദ്ര സർക്കാർ ഇതിനെ രൂപം കൊടുത്തതും. ഈ 1 ലക്ഷം രൂപയും 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാരനും സർവീസ് മേഖല എന്നാണ് പറയുന്നത്. അതെ, പക്ഷെ അവർ വോളണ്ടിയേഴ്സ് അല്ല. ഇപ്പം നമ്മുടെ സൈനികർ പോലും വോളണ്ടറി ഉണ്ട്, കോൺസ്ക്രിപ്റ്റും ഉണ്ട്. നമ്മൾക്ക് ഇന്ത്യയിലുള്ളത് വോളണ്ടറിയാണ്, പക്ഷെ അവർക്ക് ബെനിഫിറ്റ് കൊടുക്കുന്നില്ലേ? അപ്പോൾ ഇവരുടെ ആ രീതിയിലല്ല. ഇവർ വേജസ് എന്നോ സാലറി എന്നോ അല്ല ഇവരുടെ പ്രതിഫലം അറിയപ്പെടുന്നത്. റെമ്യൂണറേഷനും അല്ല, ഓണറേറിയമാണ്, മാനവേതനം. ആ രീതിയിൽ ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തോട് ഇവർ മോദിരിക്കുകയാണ്. ശരി, നമുക്ക് ഈ സമയത്തിൻ്റെ ഇതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായത്തോട് നമ്മൾ വിയോജിക്കുന്നില്ല ആ രംഗത്ത്. ഞാൻ അങ്ങയുടെ അഭിപ്രായമാണ് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും മീഡിയ നെറ്റിന് വലുത്. അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചതും. ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരുപക്ഷെ അങ്ങയുടെ അഭിപ്രായം അനുസരിച്ച് കൺക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനുള്ള എല്ലാവിധ സാധ്യതകളും UDF ഗവൺമെൻറ് തന്നെ ഒരുക്കും താമസിയാതെ എന്നാണ് അങ്ങോട്ട്. ജനത്തെ കൊണ്ട് അവരൊരുക്കി, ജനത്തെ ആ തലത്തിലേക്ക് എത്തും, ജനങ്ങൾ എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സന്തോഷമുണ്ട് ഇവിടെ വരെ വന്നതിന്. ചർച്ച അവസാനിക്കുമ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന് ആരും വിചാരിക്കേണ്ട എന്ന തോന്നൽ ശക്തിപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷം ഇരട്ടി ശക്തിയോടെ ബലത്തോടെ തിരിച്ചു വരുമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സാബു കാവുങ്കൽ നമ്മളോട് പറയുന്നത്. നന്ദി, നമസ്കാരം.